ഇപ്പൊ വിഷമിച്ചിട്ട് എന്ത് കാര്യമാണ് അമ്മേ? ഇതുപോലെ എന്തെങ്കിലും നടക്കുമെന്ന് എനിക്ക് രാവിലെ തന്നെ അറിയായിരുന്നു. അഖിൽ അറസ്റ്റിലാവാൻ പോകുന്ന കാര്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ദമയന്തി. അറസ്റ്റാണെന്ന് എനിക്കറിയില്ല. അഖിലിന് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നെന്ന് എനിക്ക് രാവിലെ തന്നെ അറിയാമായിരുന്നു ചേട്ടാ. അതെങ്ങനെയാ ദമയന്തി നിനക്ക് മനസ്സിലായത്? എന്തു പറയാനാ അമ്മേ, അഖിൽ രാവിലെ എണീറ്റ ഉടനെ ഈ നന്ദിനിയുടെ മുഖം ആ കണി കണ്ടത്. അപ്പൊ തന്നെ അഖിലിന് എന്തെങ്കിലും സംഭവിക്കുന്ന ഉറപ്പായിരുന്നു. ഗുഡ് മോർണിംഗ് അഖിലേട്ടാ. ഗുഡ് മോർണിംഗ് നന്ദിനി. ഇന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ അഖിലേട്ടൻ എന്റെ മുഖമല്ലേ കണ്ടത്. ഇന്ന് മുഴുവൻ അഖിലേട്ടന് നല്ലത് സംഭവിക്കും. അപ്പൊ എന്റെ അനിയത്തി നല്ലവളല്ലെന്നാണോ പറയുന്നത് ദമയന്തി? പിന്നെന്ത് പറയാനാ? അഖിലിന് ആവശ്യമില്ലാതെ പിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? ചെയ്യാത്ത കുറ്റത്തിന് എന്താ ജയിലിൽ പോയി കിടക്കുന്നത്? ചില മുഖം കണിയണ്ട അങ്ങനെ തന്നെയാ. രാവിലെ തന്നെ ഇവളുടെ മുഖം കണ്ട അപശകനോ? ഇവളെന്തിനാ ഈ നന്ദിനിയെ വെറുതെ കുറ്റപ്പെടുത്തുന്നേ? നീ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല ദമയന്തി. നിനക്കൊരു പെൺകുട്ടിയില്ലേ? അവളെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിച്ചാ വായാർച്ച നീ ഉണ്ടായിരിക്കോ? അയ്യോ, എന്റെ കൊച്ചിന് എന്താ ഒരു കുറവ്? മഹാലക്ഷ്മിയെ പോലെയുണ്ട്. ഇവളുടെ മുഖം ആര് കണ്ടാലും ഭാഗ്യം മാത്രമേ വരൂ. കാരണം അഖിൽ അറസ്റ്റിലായത്. ഒന്നും മതിയാക്ക് ദമയന്തി. വെറുതെ വായി തോന്നിയൊന്നും വിളിച്ചു പറയരുത്. നന്ദിനി നിനക്ക് മകളെ പോലെയാണ് ദമയന്തി. ആവശ്യമില്ലാതെ അവളുടെ മേലെ പഴി ചുമത്താതെ. പക്ഷെ എന്റെ മോൾ അങ്ങനെയുള്ള പെണ്ണല്ല. എന്നാലും കല്ല് കൊണ്ടാലും കണ്ണുപെടാൻ പാടില്ല എന്ന് പറയില്ലേ? ഓരോരുത്തരുടെ മുഖവും മോഹവും നന്നായിരിക്കില്ല. ഇവൾക്കെന്താ ഭ്രാന്തായോ? ഇത്രയും പേര് പറഞ്ഞിട്ട് പോലും താൻ പിടിച്ച മുതല് 3 കൊമ്പെന്ന പോലെ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ. മതി, ഒന്ന് നിർത്ത് ദമയന്തി. കുറച്ചുനേരം നാവടക്കി വെക്കുന്നതാ നല്ലത്. നീ പോയ കാര്യം എന്താ അബി? വക്കീലിനെ കണ്ടായിരുന്നോ? ജാമ്യത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? അഖിലിനെതിരെ അറ്റംപ്റ്റ് ടു മർഡർ കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ബെയിൽ കിട്ടുന്ന പാടാണെന്നാ പറയുന്നത്. ഇനിയിപ്പോ എങ്ങനെയാ അബി? അഖില് ഇന്ന് രാത്രി മുഴുവൻ സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുമോ? അതെ ചേച്ചി, നാളെ അഖിലിനെ കോടതിയിലേക്ക് കൊണ്ടുപോകും. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലേ അബി? അഖിലിനെ രക്ഷിക്കാൻ കഴിയില്ലേ? യഥാർത്ഥ കുറ്റവാളിയെ കിട്ടിയാലല്ലാതെ അഖിലിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല. യഥാർത്ഥ കുറ്റവാളികളെ എങ്ങനെ പിടിക്കാൻ അബി? അവരെവിടെ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? കുറ്റവാളിയുടെ മുഖം പോലും നമുക്ക് അറിയില്ലല്ലോ. ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് ഓടി രക്ഷപ്പെട്ടവൻ ഏതെല്ലാം സ്ഥലത്ത് പോയെന്നും ആ ഏരിയയിലുള്ള എല്ലാ CCTV ക്യാമറ ഫൂട്ടേജസും ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് അറിയാവുന്ന ഒരാളെ വെച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഇദ്ദേഹമാണോ? ഞാൻ ചോദിച്ച ഫൂട്ടേജസ് കൊണ്ടുവന്നിട്ടുണ്ട് സാർ. തരും. ഇതാ എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ. വസുന്ധര, ലാപ്ടോപ്പ് കൊണ്ടുവരൂ.
ആക്സിഡന്റ് കഴിഞ്ഞ് പോകുന്ന വഴി ട്രാഫിക് പോലീസ് തടഞ്ഞു നിർത്തി എന്തോ കാര്യത്തിന് വേണ്ടി ഫൈൻ ഇടുകയാണ്. യെസ്, അവനെ കിട്ടിയ ബി. ട്രാഫിക് പോലീസ് ചെല്ലാൻ എഴുതിയിട്ടുണ്ടാവും. അവരുടെ അടുത്ത് നിന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ചെല്ലാൻ ലിസ്റ്റിൽ അവന്റെ പേരുണ്ടാവുമല്ലോ. അത് വെച്ച് അവനെ നമുക്ക് പിടിക്കാം. വെരി ഗുഡ് ഐഡിയ ഏട്ടാ. ആ വസ്ത്രേ, എത്രയും പെട്ടെന്ന് നമുക്ക് ആ ട്രാഫിക് പോലീസിനെ കാണണം. വരൂ, പോയിട്ട് വരാട്ടാ. ഈശ്വര, എന്റെ മകനൊന്നും വരുത്തല്ലേ. അവൻ നിരപരാധിയാണെന്ന് തെളിയണേ. എക്സ്ക്യൂസ് മീ സാർ. പറയൂ സാർ. 3 days ബാക്ക് ഈ ജംഗ്ഷനിൽ വെച്ച് നിങ്ങളൊരു ബൈക്ക് യാത്രക്കാരന് ഫൈൻ അടിച്ചില്ലായിരുന്നോ? ദേ നോക്ക്, ഇതാണ് ആ ബൈക്ക്. അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്കൊന്ന് തരാമോ സാർ, പ്ലീസ്? നിങ്ങളാരാ? ആ ബൈക്ക് ഓടിച്ചു വന്ന ആള് എന്റെ മകൻ ഉണ്ണി ആക്സിഡന്റ് ആക്കിയിട്ട് പോയ ആളാ. അയാളെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം. ദിവസവും ഞങ്ങൾ ഒരുപാട് പേർക്ക് ഫൈൻ കൊടുക്കുന്നുണ്ട്. അതിൽ ആരെന്നെങ്ങനെ തിരിച്ചറിയും? സാർ എഴുതിയ ചെല്ലാൻ ബുക്കിൽ ആ ബൈക്കിന്റെ നമ്പറും അത് ഓടിച്ച ആളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ. അത് നോക്കിയിട്ട് ഒന്ന് പറയൂ സാർ. പറ്റില്ല സാർ, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ് ഉള്ളത്. പ്ലീസ്, കുറച്ച് അർജന്റ് ആണ് സാർ. നിങ്ങൾ അയാളുടെ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ സഹായമാകും സാർ. പ്ലീസ് സാർ. ഇപ്പൊ ടൈമില്ല മാഡം, വെക്കോളൂ, പിന്നെ വരൂ. രാജു സാർ. എന്താ അവിടെ പ്രശ്നം? ഹലോ അബ്രാം. ജയദേവ് എന്റെ സുഹൃത്താണ്. വാ സുന്ദരൻ. ഹായ് ജയദേവ്. ഹായ്. നീ എന്താണ് ഇവിടെ? എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ജയദേവ്, ഞങ്ങൾക്ക് ഒരാളുടെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. ഒരു 3 ദിവസം മുമ്പ് ഈ സർക്കിളിൽ വെച്ച് തന്നെ നിങ്ങളൊരു ബൈക്ക് തന്നെ ഫൈൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ എഴുതിയ ചെല്ലാൻ ബുക്കിൽ ആ ബൈക്ക് നമ്പറും അയാളുടെ ഡീറ്റെയിൽസും ഉണ്ടാവുമല്ലോ. ഉറപ്പായും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ട്. പ്ലീസ് സാർ, ആ ചെല്ലാൻ ബുക്ക് നോക്കി അയാളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ? അയാൾ എന്റെ മകനെ അപകടപ്പെടുത്തിയിട്ട് ഓടിക്കളഞ്ഞവനാ. ഓ, ഐ എം സോറി അബ്രാം. രാജു സാർ. ആ ചെല്ലാൻ ബുക്ക് എടുത്തിട്ട് വാ. ഇതാ വരുന്നു സാർ. ഇതാ സാർ. എന്താ പുതിയ ബുക്ക് കൊണ്ടുവന്നേ? 3 ദിവസം മുമ്പുള്ള ബുക്കാ വേണ്ടത്. ഇന്നലെ മന്ത് എൻ്റെ അല്ലേ സാർ, അത് കാരണം ആ ബുക്ക് സ്റ്റേഷനിൽ വെച്ചു. ഈ മാസത്തേക്കുള്ള പുതിയ ബുക്കായത്. ഓക്കെ, സോറി അബ്രാം. നാളെ വരാൻ പറ്റുമോ? സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ചെല്ലാൻ ബുക്ക് നോക്കി ആ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു തരാം. താങ്ക് യു ജയദേവ്. പ്ലീസ് മറന്നുപോലെ, ഞങ്ങൾ രാവിലെ തന്നെ അങ്ങെത്താം. ഷുവർ. എന്തായാലും നാളെ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചിട്ടേ വരാവൂ. ഷുവർ. താങ്ക് യു സർ. നാളെ ഈ സമയത്ത് അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അറിഞ്ഞ ഉടനെ അയാളെ അകത്താക്കിയിട്ട് അഖിലിനെ പുറത്തു കൊണ്ടുവരണേ ഏട്ടാ. എക്സാക്ട്ലി. ശരി ജയദേവ്. ഇറ്റ്സ് ഓക്കെ, മൈ പ്ലഷർ. ഹലോ. ആ വസുവേടെത്തി ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. എന്താ കാർത്തികേ, സ്റ്റേഷനിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കുകയാണോ? എന്നെ കൊണ്ട് മറക്കാൻ പറ്റുന്നില്ല മാഡം. മനസ്സുകൊണ്ട് ഞാൻ എന്തുമാത്രം വേദനിക്കുകയാണ്. ആരെങ്കിലും നമ്മളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാ തോന്നുന്നത്. വസുവേടെത്തി എന്നെ ഒരു തവണയല്ല പല തവണയും അടിച്ചിട്ടുണ്ട്. ഓരോ തവണയും ഞാനാണ് തല്ല് വാങ്ങുന്നത്. ആ വസുവിനെ എന്ത് ചെയ്താലും മതിയാവില്ല. വസുവിനെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എന്തെങ്കിലും ചെയ്തേ പറ്റൂ മാഡം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. വസുവേടത്തിയുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്യണം മാഡം. ഇനി എന്റെ കാര്യത്തിൽ തലയിടാത്തതുപോലെ ചെയ്യണം. എന്നെ കണ്ടാ തന്നെ വസുവേടത്തിയുടെ ശരീരം മുഴുവനും വിറയ്ക്കണം. വസുവിന്റെ മേലെ ഒരുപാട് പകയുണ്ടെന്ന് തോന്നല്ലോ. വസുവേടത്തി എനിക്ക് എന്തുമാത്രം അന്യായം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല മാഡം. എത്രയോ തവണ എന്നെ തല്ലി അപമാനിച്ചിരിക്കുന്നു. അവസാനം എന്റെ വിവാഹമോചന കാര്യത്തിൽ വിശ്വാസവഞ്ചനയും ചെയ്തു. അങ്ങനെയുള്ള സ്ത്രീയെ വെറുതെ വിടാൻ പാടില്ല മാഡം. ആ വസുവിന്റെ അടുത്ത് എനിക്ക് നല്ല ദേഷ്യമുണ്ട്. സ്വത്തിനും വസുവിന്റെ ഒപ്പിനും എന്റെ ഭർത്താവ് ഒരു കുരുക്കിട്ടു. എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാത്തോണ്ട് ആ ഉണ്ണിയുടെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചു. നമ്മൾ 2 പേരും ചേർന്ന് ആ വസുവിനോടുള്ള പ്രതികാരം തീർക്കാം.
ഓക്കെ മാഡം. എനിക്ക് ഈ ഒരു ഹെൽപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന സ്വത്തിൽ എനിക്ക് പങ്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വസുവേട്ടത്തി ഒരു പാഠം പഠിപ്പിക്കണം. അവരെന്റെ കാലിൽ വീണ് പൊട്ടിക്കരയണം. തീർച്ചയായും സ്വത്തിൽ നിന്ന് നിനക്ക് ഷെയറും തരാം. വസുവിനോടുള്ള പ്രതികാരം തീർക്കാൻ പ്ലാനും ഞാൻ പറഞ്ഞു തരാം. നീ ആഗ്രഹിച്ച പ്രകാരം വസു വന്ന് നിന്റെ കാലിൽ വീഴുന്നത് പോലെ ചെയ്യും. ഭാസ്കരേട്ടാ, ഏട്ടാ, രണ്ടുപേരും കഴിക്കാൻ വാ. ആ, എനിക്ക് നല്ല വിശപ്പില്ല മോളെ. എനിക്ക് നല്ല തലവേദന ഉണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ട. കുറച്ചെങ്കിലും കഴിച്ച് റെസ്റ്റ് എടുക്ക്. ഞാൻ പോയി മറ്റുള്ളവരെയൊക്കെ വിളിച്ചിട്ട് വരാം. ഭാവനി നന്ദിനിയുടെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്താ ഇത്? എല്ലാരെയും വിളിച്ചിട്ട് എന്നെ മാത്രം വിളിക്കുന്നില്ല. ചേച്ചി, നന്ദിനി, രണ്ടുപേരും കഴിക്കാൻ വാ. ഇപ്പൊ എനിക്കൊന്നും വേണ്ട വസു. എനിക്ക് ഒട്ടും വിശപ്പില്ല ഏട്ടത്തി. എന്താ വേണ്ടാത്തത്? ദമയന്തി പറഞ്ഞതൊക്കെ ഓർത്ത് നീ വിഷമിച്ചിരിക്കുവാണോ? അഖിലേട്ടൻ രാവിലെ എന്റെ മുഖം കണി കണ്ടത് എങ്ങനെ അപശകനാകുന്നേ? അവൾ നാട്ടുമ്പുറത്തുനിന്നൊക്കെ വന്നതല്ലേ. അവിടുത്തെ ജീവിത രീതി കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ പറഞ്ഞത്. അഖിലിനെ നീ എത്ര നന്നായി നോക്കിയതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ഏട്ടത്തി. എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. കുറച്ചു നേരം നിന്റെ ദേഷ്യവും വാശിയൊക്കെ മാറ്റിവെച്ച് വന്ന് കഴിക്കാൻ നോക്ക്. വാ ചേച്ചി, എല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്യുക. ഇനി വിട്ടേക്ക് ബസു, എനിക്ക് കഴിക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ വന്നില്ല എങ്കിൽ ഭാസ്കരേട്ടനും അമ്മയൊന്നും കഴിക്കില്ല. പ്ലീസ് ചേച്ചി. നന്ദിനി, വാ, എഴുന്നേൽക്ക്. വാ ചേച്ചി, എഴുന്നേക്ക്. വാ, ഇരിക്ക് ചേച്ചി. നന്ദിനി ഇരിക്ക്. ഇന്ന് എല്ലാവർക്കും ഞാൻ ഭക്ഷണം വിളമ്പാം. എന്നെ എപ്പോഴാടി ഒന്ന് വിളിക്കുന്നേ? വെച്ചെന്നിട്ട് വയറ് കൊത്തുന്നു എനിക്ക്. ആ, ദമയന്തി ശിവാനി എന്താ വരാത്തത്? അവരെ രണ്ടുപേരും ഞാൻ വിളിച്ചതാ ഏട്ടാ. ഉണ്ണി അനു നേരത്തെ തന്നെ കഴിച്ചു. ആ, എളയമേ, ഭക്ഷണം കഴിക്കാതിരിക്കുക. ഭക്ഷണം പോലും ഭക്ഷണം. നീ വിളിച്ചതല്ലേ, അതുകൊണ്ട് കഴിക്കാം. എനിക്ക് ഒന്നും തന്നെ കഴിക്കണമെന്ന് തോന്നുന്നില്ല അമ്മേ. നിങ്ങളുടെ പേരക്കുട്ടിയാണെങ്കിൽ രാവിലെ മുതൽ അഖിലിനെ ഓർത്ത് ഒരു സ്ഥലത്തിരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഇതാ വസു ചേച്ചി വിളിച്ചതുകൊണ്ടാ ഞങ്ങൾ ആഹാരം കഴിക്കാൻ തന്നെ വന്നത്. എന്റെ ദൈവമേ, ഇവളുടെ ഓവർ ആക്ടിങ് താങ്ങാനേ പറ്റുന്നില്ലല്ലോ. ആദ്യം അഖില് തിരിച്ച് വീട്ടിൽ വരുന്നവരെ ജലപാനം വേണ്ടെന്നാ വിചാരിച്ചത്. ഇതാ വസു ചേച്ചി നിർബന്ധിച്ചതുകൊണ്ടാ വേറെ വഴിയില്ലാതെ വന്നത്. എന്തിനാ അങ്ങനെ നിർബന്ധത്തോടെ കഴിക്കുന്നേ? അഖില് വന്നിട്ട് കഴിച്ചാ മതി. ദാ നോക്ക്, എനിക്ക് എന്റെ അനിയനോടുള്ള സ്നേഹേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ തിന്നോ. വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കരുത്. എല്ലാവരും കഴിക്കും.
നീയും വന്നിരിക്കു വസു, കഴിക്ക്. ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മേ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. വസുന്ധര, ആ കാരിയർ ആർക്കാ? അതാ പിന്നീട് കഴിക്കാന്ന് പറഞ്ഞല്ലേ, അതിനുവേണ്ടി മാറ്റി വച്ചിരിക്കുന്നതോ എന്തോ. ഈ കാരിയർ എനിക്കുള്ളതല്ല, അഖിലിനുള്ളതാ. സ്റ്റേഷനിൽ അഖിൽ എന്ത് കഴിച്ചു കാണുമോ എന്തോ. നിങ്ങളെല്ലാവരും കഴിച്ച ശേഷം അഖിലിന് ഈ കാരിയർ കൊണ്ടുപോയി കൊടുത്ത് വയറ് നിറച്ച് കഴിപ്പിക്കണം. നീ കഴിക്കാതെ ഇവിടെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു. അഖിലിനു വേണ്ടി സ്റ്റേഷനിലേക്ക് കാരിയറിൽ കൊണ്ടുപോകുന്നെന്നും പറയുന്നു. സത്യത്തിൽ നീയാണ് അഖിലിന്റെ സ്വന്തം അമ്മ. അഖിൽ എൻ്റെ മൂത്ത മകനാണെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അഖിൽ കഴിക്കാതെ ഞാൻ കഴിക്കില്ലമ്മേ.